പ്രിയമുള്ളവരെ, ഇന്ന് വലിയ നോമ്പിൽ 44-ാം ദിനം. ഒരു ഇടവകയിലെ യുവജനങ്ങൾ മശിഹാ ചരിത്രം നാടകം കളിക്കുകയാണ്. ഒത്ത ശരീരമുള്ള പാപ്പച്ചനാണ് ക്രിസ്തുവിന്റെ വേഷം നൽകിയത്. നീണ്ട കുരിശിൽ കിടക്കുന്ന പണി അവനെ പറ്റൂ. അവനതിന് പരിശീലനവും നേടി. സ്റ്റേജിൽ ഉയർത്തി നിർത്തുന്ന കുരിശിൽ കാര്യമായ ചലനങ്ങളൊന്നുമില്ലാതെ ഏതാണ്ട് 20 മിനിറ്റ് കിടക്കണം. അതിനിടയിലാണ് കുന്തം കൊണ്ട് വിലാവിൽ കുത്തുന്നത്. അപ്പോൾ ചോരയൊലിക്കുന്നത് കാണികൾ കാണണം. അതിനായി പ്ലാസ്റ്റിക് കൂടിൽ കളർ കലക്കി വിദഗ്ധമായി പാപ്പച്ചന്റെ ശരീരത്തിൽ ഒളിപ്പിച്ചു വെച്ചു. പടയാളി അവിടെ കുത്തി പ്ലാസ്റ്റിക് പൊട്ടിക്കണം. എല്ലാം കൃത്യമായി ഒരുക്കി പരിശീലിപ്പിച്ചു. നാടകം തുടങ്ങി. പാപ്പച്ചൻ കുരിശിൽ കിടക്കുകയാണ്. അപ്പോഴാണ് പടയാളി കുന്തം കൊണ്ട് വിലാവിൽ കുത്തിയത്. പക്ഷേ നിർഭാഗ്യവശാൽ കുത്തുകൊണ്ടത് ഉദ്ദേശിച്ചിടത്തല്ല. കുത്താകട്ടെ നല്ല ഉഗ്രൻ കുത്തും. ഭക്തിസാന്ദ്രതയിൽ നാടകം കണ്ടുകൊണ്ടിരുന്നവർ മൈക്കിലൂടെ കുരിശിൽ നിന്ന് കേട്ടത് ഭീകരമായ പുളിച്ച തെറിയാണ്. ആളുകൾ അന്ധാളിച്ചു. അവർ കൂവി വിളിച്ചു. അങ്ങനെ നാടകം പൊളിഞ്ഞു. പാപ്പച്ചനെ കുറ്റം പറയാനൊക്കുമോ? പടയാളിയുടെ അസ്ഥാനത്തുള്ള ഊക്കൻ കുത്ത് കുരിശിൽ കിടന്ന പാപ്പച്ചന് ഒട്ടും താങ്ങാനായില്ല. അവന് സ്ഥലകാല ബോധം പോയി. തൻ്റെ ശരീരം വേദനിച്ചാൽ അവൻ പറഞ്ഞു പഠിച്ചിട്ടുള്ളത് കുരിശിൽ കിടന്നും വിളിച്ചുകൂവി. ക്രിസ്തുവിന്റെ പിന്നാലെ എന്ന് പറഞ്ഞ് നടക്കുന്ന പലരുടെയും കഥ ഈ നാടക ദുരന്തത്തിലില്ലേ എന്ന് സംശയം. എത്രയോ നോമ്പുകൾ, പീഡാനുഭവ ആഴ്ചകൾ, ദുഃഖവെള്ളികൾ കഴിഞ്ഞിരിക്കുന്നു. വീണ്ടും ഒരു വലിയ ആഴ്ചയിലേക്ക് നാം പ്രവേശിച്ചുമിരിക്കുന്നു. പക്ഷേ ശരീരത്തിൽ തൊടുമ്പോൾ നാം ഒക്കെ ബാക്കിയൊക്കെ മറക്കാറില്ലേ? അവനവനെ സ്പർശിക്കുമ്പോൾ എല്ലാം മറക്കുന്നവരല്ലേ നാം? ഇതിന് പത്രോസ് പോലും അപവാദമായിരുന്നില്ല. ആരൊക്കെ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല എന്ന് കർത്താവിനോട് വീമ്പ് പറഞ്ഞ പത്രോസിന്റെ ശരീരത്തിൽ തൊടുന്ന 2 വർത്തമാനം കോടതി വളപ്പിലെ സ്ത്രീ പറഞ്ഞപ്പോൾ പത്രോസ് വാക്കുമാറ്റി. സ്തുതിച്ചിരുന്നവൻ പഴിക്കുന്നവനായി. ഞാൻ ആ മനുഷ്യനെ അറിയുന്നു പോലുമില്ല എന്ന് പ്രാകുവാനും ആണയിടുവാനും തുടങ്ങി. എന്നാൽ ഇയ്യോബ് വ്യത്യസ്തനായ ഒരു കഥാപാത്രമാണ്. സാത്താൻ ദൈവത്തോട് പറഞ്ഞു, നീ അവന്റെ അസ്ഥിയിലും മാംസത്തിലും കൈവയ്ക്കുക, അപ്പോൾ അവൻ നിന്നെ ദുഷിച്ചു പറയും. ഇയ്യോബ് 2:5. അപ്പോൾ ദൈവം സാത്താനോട്, ഇതാ ഞാൻ അവനെ നിനക്ക് വിട്ടുതരുന്നു. നന്മയുടെ വഴിയെ നടന്ന ഇയ്യോബിന് തിന്മയുടെ മുള്ളുകളും മുൾക്കിരീടങ്ങളും ഏൽക്കേണ്ടി വന്നു. എന്നാൽ ഇയ്യോബ് നന്മയുടെ വഴി വിട്ടില്ല. തൻ്റെ മുറുമുറുപ്പ് പോലും അബദ്ധമായി പോയി എന്ന് പറഞ്ഞ് ഇയ്യോബ് വാപൊത്തുന്നു. നീതി പാലിക്കുന്നവന് നീതി ലഭിക്കുമോ? സ്നേഹിക്കുന്നവന് സ്നേഹം തിരിച്ചു കിട്ടുമോ? നന്മ ചെയ്യുന്നവന് തിന്മ അനുഭവിക്കേണ്ടി വരുമോ? തിരിച്ചു കിട്ടുന്നില്ലെങ്കിൽ പിന്നെ നാം എന്തിന് നൽകണം? ഈ ചോദ്യങ്ങൾക്ക് ദൈവം നൽകുന്ന ഉത്തരം കുരിശിലെ യേശുവാണ്. പ്രിയമുള്ളവരെ, ഈ വലിയ ആഴ്ചയിലെ 2ാമത്തെ ദിവസം നമ്മിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. നമ്മെ സ്പർശിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ നാവിൽ നിന്ന് വരുന്ന വാക്കുകൾ എങ്ങനെയുള്ളത് എന്ന് ശോധന ചെയ്യാം. നമ്മെ സ്പർശിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ ബുദ്ധിയിൽ ഉദിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നമുക്കൊന്ന് വിലയിരുത്താം. നമ്മുടെ ചിന്തകളെയും നമ്മുടെ വാക്കുകളെയും വിശുദ്ധീകരിക്കുന്ന ദിനങ്ങളായി ഈ ദിനങ്ങൾ തീരട്ടെ. സസ്നേഹം, ഈപ്പനച്ചൻ.